ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ ദേ നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. നാളെയാണ്. നീണ്ട 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം അവർ തിരിച്ചു വരണേണ്. നമ്മുടെ സുനിത വില്യംസും അതേപോലെ തന്നെ ബുച്ച് വിൽമോറും. അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം വന്നേക്കുന്നത് നമ്മുടെ 2011 കേട്ടോ. അതായത് നാസ ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിന് അത് സ്വകാര്യ കമ്പനികൾക്കും കൂടി പങ്കാളിത്തം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അതായത് അപ്പോൾ മനുഷ്യരെ സ്പേസിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരാനായിട്ടുള്ള അനുവാദം 2 പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കാണ് ആ 2 പ്രൈവറ്റ് കമ്പനികൾക്കാണ് ഇതിനുള്ള അവകാശം കൊടുത്തിരുന്നത്. ഒന്നാമത്തത് സ്റ്റാർ-എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയും പിന്നെ അത് ബോയിങ് എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ. അതിനകത്ത് നമ്മുടെ സ്റ്റാർ-എക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ അവര് 2020 മുതൽ 13 തവണ ബഹിരാകാശ പര്യടനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 9 എണ്ണം നമ്മുടെ നാസയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ ബാക്കിയുള്ള 4 എണ്ണം നമ്മുടെ വാണിജ്യാടിസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര നടത്തിയിരുന്നത്. അതേപോലെ സ്പേസ് ടെക്സിലേക്ക് നമുക്ക് ഈ ടാക്സി സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ നടത്തുന്ന 2ാമത്തെ കമ്പനി ആവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ബോയിങ് നമ്മുടെ സ്റ്റാർലൈൻ എന്നുള്ള പേടകം നിർമ്മിച്ചത് തന്നെ. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ ഒരു യാത്ര ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചത് കേട്ടോ. ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈ കമ്പനി തെരഞ്ഞെടുത്തത് നമ്മുടെ സുനിത വില്യംസിനെയും പിന്നെ അതോടെ ബുച്ച് വെൽമോറ്റ്സ് എന്ന് പറഞ്ഞ 2 ശാസ്ത്രജ്ഞരെയാണ് അവർ ഈ യാത്രയ്ക്കായിട്ട് തെരഞ്ഞെടുത്തത്. നമുക്ക് സുനിത വില്യംസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊക്കെ അഭിമാനിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സുനിത വില്യംസ് ഒരു ഇന്ത്യൻ വംശജയാണ്. അവര് 1998 നമ്മുടെ ഈ നാസയിൽ ജോയിൻ ചെയ്യണത് കേട്ടോ. 1998 ജോയിൻ ചെയ്തു. അവര് 98 നാസയിൽ ജോയിൻ ചെയ്തതിന് ശേഷം 2004 ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്തിയത്. അതിൽ ഏകദേശം 192 ദിവസത്തോളം ആദ്യത്തെ യാത്രയിൽ തന്നെ ബഹിരാകാശത്ത് ചെലവഴിക്കുകയുണ്ടായി. അതിനുശേഷം 2ാമത്തെ യാത്രയിലും ആദ്യത്തെ യാത്രയിലും കൂടി 322 ദിവസത്തോളം സുനിത വില്യംസ് സ്പേസിൽ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാണ്ട് നമുക്ക് എല്ലാ റെക്കോർഡുകളെയൊക്കെ തകർത്തുകൊണ്ട് 50 മണിക്കൂർ 42 മിനിറ്റോളം അവർ സ്പേസിൽ വോക്ക് ചെയ്തു കേട്ടോ. അതാണ് സുനിത വില്യംസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് സുനിത വില്യംസ് ചെയ്തത്.
അതുപോലെ തന്നെ വിൽമോർ 178 ദിവസത്തോളം 2 ഘട്ടങ്ങളിലായിട്ട് ഈ സ്പേസിൽ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള 2 ആൾക്കാരെയാണ് നാസ ഈ ഒരു പരീക്ഷണ ദൗത്യത്തിനായിട്ട് നമ്മുടെ സ്പേസിലേക്ക് അയച്ചത് കേട്ടോ. ഈ സ്റ്റാർലൈൻ്റെ ഒരു ഘടന എന്ന് പറഞ്ഞത് നമ്മുടെ അപ്പോളോ പേടകത്തിന്റെ ഏകദേശം ഒരു ഘടനയായിരുന്നു ഈ സ്റ്റാർലൈൻ്റെ ഘടന എന്ന് പറയുന്നത്. അപ്പൊ അതിന് 2 മൊഡ്യൂളുകളായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരെണ്ണം ക്രൂ മൊഡ്യൂളും ഒരെണ്ണം സർവീസ് മൊഡ്യൂളും. ഇതിനകത്ത് നമുക്ക് ക്രൂ മൊഡ്യൂളിൽ ഏകദേശം 7 പേർക്ക് സഞ്ചരിക്കാം. പക്ഷേ 4 പേരെയാണ് അതിനകത്തോട്ട് കപ്പാസിറ്റി അവർ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 പേരും പിന്നെ ബാക്കിയുള്ളത് അവരുടെ കൊണ്ടുപോകുന്ന സാധനങ്ങളും കൂടിയായിട്ടാണ്. 3 പേരുടെ സ്പേസിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൂടി ആഡ് ചെയ്തല്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെ 7 പേരുടെ സ്പേസ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 6 മാസത്തിൽ 10 തവണ വരെയും ഉപയോഗിക്കുക എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി സ്റ്റാർലൈനിന് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് മൊഡ്യൂൾ. ഈ പേടകത്തിന്റെ ഊർജ്ജ സ്രോതസ്സായിട്ടാണ് നമ്മുടെ ഈ സർവീസ് മോഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേടകത്തിലാണ് അവർ സ്പേസിലേക്ക് ജൂൺ 5-ാം തീയതി 2024 ജൂൺ 5-ാം തീയതിയാണ് ഇവര് യാത്ര പുറപ്പെട്ടത്. ഒരു 8 ദിവസത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടാണ് അവര് നമ്മുടെ ഇവിടെ നിന്ന് യാത്ര തിരിച്ചത്. പക്ഷേ 8 ദിവസത്തിനുള്ളിൽ അവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പേടകം പുറപ്പെടുമ്പോൾ തന്നെ ചെറുതായിട്ടുള്ളൊരു ഹീലിയം ചോർച്ച അവർക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നിർമ്മിച്ച എഞ്ചിനീയർമാരുടെ അഭിപ്രായം അനുസരിച്ച് ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്നുള്ള രീതിയിൽ ഇത് കുഴപ്പമില്ല, അത് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് അവരത് മുന്നോട്ട് പേടകം പോയത്. പക്ഷേ ഈ പേടകം സ്പേസിൽ എത്തിയപ്പോഴത്തേക്കും ഈ ഒരു ഹീലിയം ചോർച്ച എന്നുള്ളത് 5 സ്ഥലത്ത് വരെയും ഹീലിയം ചോർച്ച കാണപ്പെട്ടു. അപ്പോൾ ഈ 5 സ്ഥലത്ത് ഹീലിയം ചോർച്ച കണ്ടപ്പോഴത്തേക്കും അവർക്ക് ആ ഒരു നിലയിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളെല്ലാം അടഞ്ഞുപോയി. ഈ ബഹിരാകാശ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ 4 ഹീലിയം ചോർച്ചയും കൂടി പിന്നീട് കാണാനിടയായത്. അതുകൂടാതെ ഈ പേടകത്തിലെ 28 ക്ലസ്റ്ററുകളിൽ 5 എണ്ണം പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമായി. അപ്പൊ ഇങ്ങനത്തുള്ള ഒരു സാഹചര്യത്തില് അവർക്ക് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇവർ ഈ ജൂൺ 5-ാം തീയതി പുറപ്പെട്ട് 17-ാം തീയതി തിരിച്ചെത്താം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇവിടുന്ന് യാത്ര പുറപ്പെട്ടത്. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളത് കാരണം കൊണ്ട് തന്നെ അവരുടെ ഈ യാത്ര അല്ലെങ്കിൽ ഈ ഒരു ദൗത്യം ഇങ്ങനെ നീളാനായിട്ട് തുടങ്ങി. പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് പല ശ്രമങ്ങൾക്കൊടുവിൽ അവർക്ക് 4 ക്ലസ്റ്ററുകളുടെ പ്രവർത്തനം വീണ്ടും ശരിയാക്കിയവര്. പക്ഷേ എന്നാലും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പും നമ്മുടെ കൽപ്പന ചൗള അവരൊക്കെ ഇത് പറഞ്ഞ പോലെ ആക്സിഡന്റ് ആയതും ഈ ഒരു സംഭവങ്ങളാണ്. അപ്പൊ അവർക്കൊരു റിസ്ക് എടുക്കാനായിട്ട് അവര് അത്രയും മുന്നോട്ട് വന്നില്ല. അപ്പോൾ അവരോട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബഹിരാകാശ കേന്ദ്രത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് അവർ രണ്ടുപേരും നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തില് തങ്ങാനായിട്ട് ഉണ്ടായ കാര്യം. അവരെ അവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ ആക്കിയിട്ട് നമ്മുടെ സ്റ്റാർലൈൻ പേടകം തിരിച്ച് സെപ്റ്റംബർ 6-ാം തീയതി തിരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തു. ഈ ഒരു ദൗത്യം പരാജയമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർലൈൻ എന്ന് പറഞ്ഞ പേടകം ബഹിരാകാശത്ത് പോയിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെയാണ് ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തത്. പക്ഷേ ഈ 2 സുനിത വില്യംസിന്റെയും ബൂച്ച് വിൽമോറിന്റെയും ഇവരുടെ 2 പേരുടെയും സുരക്ഷയോർത്ത് മാത്രമാണ് അവരെ പേടകത്തിലേക്ക് ഇങ്ങോട്ടേക്ക് അയക്കാഞ്ഞത്. അങ്ങനെ സെപ്റ്റംബർ 23-ാം തീയതി മുതൽ സുനിത വില്യംസ് നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിന്റെ കമാൻഡറായിട്ടാണ് ഉള്ളത് കേട്ടോ. ഇങ്ങനെയൊക്കെ അവര് ആ സ്പേസിൽ തന്നെ താമസിക്കണമെങ്കിലും എല്ലാവർക്കും ഒരു ഇതുണ്ടാവും, അവരെങ്ങനെയായിരിക്കും അവിടെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണത്. അവിടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ അവിടെ സ്പേസ് ആണ്, ഗ്രാവിറ്റി ഇല്ല, ആൾക്കാരൊക്കെ പറന്ന് കിടക്കായിരിക്കും, അവരുടെ ഫുഡ് എങ്ങനെ ആയിരിക്കും, അവരെങ്ങനെ കിടന്നുറങ്ങും, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലെ.
അപ്പോൾ പറഞ്ഞാൽ അതിനൊക്കെ ഒരു ഇത്രയും നാളും അത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണ് അവർ പോയതെങ്കിലും ഇത്രയും നാളും അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നും എല്ലാവർക്കും, അല്ലെങ്കിൽ അവരിനി ആ ഒരു ഇവിടുന്ന് പോയത് എങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ചു വരുമോ എന്നുള്ള ഒരു ആശങ്കകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്ങനെയായാലും അവര് ഇത്ര നാള് ഒരു 9 മാസത്തോളം അവര് അവിടെ സർവൈവൽ ചെയ്തിട്ടാണ്, അതായത് അത്രയും നാളും അതിനോട് പൊരുതി ആ ഒരു അറ്റ്മോസ്ഫിയറിനോടും ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനോടുകൂടി തന്നെ നല്ല രീതിയിൽ പൊരുത്തിയാണ് അവര് നമ്മളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മാർച്ച് 12-ാം തീയതി അതിനുള്ള പേടകം, ഫ്രീഡം ഡ്രാഗൺ എന്ന് പറഞ്ഞ പേടകം ഇവിടുന്ന് നാസ അയച്ചിട്ടുണ്ട്. അപ്പോൾ 4 പേരടങ്ങണ ഒരു സംഘമാണ് അതിലേക്ക് പോയേക്കണത്. അതിൽ നിന്ന് അവിടെ നിന്ന് മാർച്ച് 19-ാം തീയതി രാവിലെ 3:30 നമ്മുടെ മെക്സിക്കോയില് ലാൻഡ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയേക്കണ വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ അത് ഇപ്പൊ ഇവർ പറഞ്ഞ പോലെ തന്നെ സേഫായിട്ട് ഈ ലോകത്തിലുള്ള ആളുകൾ മുഴുവനും പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫായിട്ട് അവര് ലാൻഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഇനി ഇവര് തിരിച്ചു വരുമ്പോഴത്തേക്കാണെങ്കിൽ ഇവർക്ക് കുറെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ശരിയാണ് തീർച്ചയായും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നാളും ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവർ ജീവിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോൾ അവർക്ക് ഗ്രാവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് വെയിറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു 9 മാസ കാലയളവില് ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ആള് പെട്ടെന്ന് ഒരു ഇങ്ങനത്തെ ഒരു ഇതിലോട്ട് വരുമ്പോഴത്തേക്കും തീർച്ചയായും അവർക്ക് അവരുടേതായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളാണെങ്കിലും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പറഞ്ഞ പോലെ നമുക്കിപ്പോ ഒരു ചെറിയ ഭാരമാണെങ്കിൽ, ഇപ്പൊ ഒരു പേനയുടെ ഭാരമാണെങ്കിൽ പോലും അവർക്ക് അതൊരു വലിയൊരു ഭാരമായിട്ടായിരിക്കും ഒരു പക്ഷെ തോന്നാനായിട്ട് പറ്റണത്. പിന്നെ അതുപോലെ തന്നെ ഇത്ര നാളും പേശികളും അവരുടെ കൈകാലുകളൊക്കെ അങ്ങനെ മസിൽസ് അങ്ങനത്തെ, അതുപോലെ തന്നെ ശരീരത്തിലെ ഫ്ലൂയിഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവര് അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഒരുപക്ഷെ അതിന്റെയൊക്കെ പ്രവർത്തനത്തിലും വലിയ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല കാഴ്ചശക്തിയിലും എല്ലാവർക്കും അറിയാലോ നമ്മുടെ സ്പേസിലേക്ക് ആ ഒരു ഇതും നമ്മുടെ ഭൂമിയിലെ ആ ഒരു ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് ഇതിനെപ്പറ്റി ഗവേഷണം നടത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോ എന്തായാലും നമുക്ക് അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും മുന്നോട്ട്, അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവൻ നിലനിൽക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകണേന്ന് നമുക്കറിയാം. ഇപ്പോൾ സുനിത വില്യംസിന്റെ ഒരു ഫോട്ടോ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ലതായിട്ട് മെലിഞ്ഞ ഒരു ശരീരപ്രകൃതിയായിട്ടാണ് അവര് തിരിച്ചു വരുന്നത് തന്നെ. പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ പോലും ചിലപ്പോ അത് മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. നല്ലൊരു മടങ്ങി വരവ് അവർക്ക് എല്ലാവർക്കും നമുക്ക് പറയാം അല്ലെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 59-ാമത്തെ വയസ്സിലാണ് കേട്ടോ അവർ ഇത്രയും റിസ്ക് എടുത്ത്, അല്ലെങ്കിൽ ഇത്രയും എനിക്കിത് സാധിക്കും അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള രീതിയിൽ അവര് ഈ ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടത്. നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ ഒരു 59-ാമത്തെ വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഏത് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു 59-ാമത്തെ വയസ്സിൽ അവര് സ്പേസ് യാത്രയ്ക്ക് പുറപ്പെടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ധൈര്യം, യാത്ര പുറപ്പെട്ടതല്ല, ഇത്രയും ദിവസം അവരുടെ ആ ഒരു മൈൻഡ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഈ ഒരു 59-ാമത്തെ വയസ്സിലും ഇത്രയും കാര്യങ്ങളൊക്കെ സർവൈവല് ചെയ്ത് അവര് ജീവിച്ചത് കൊണ്ടായിരിക്കും അവർ ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ധീരമായിട്ടുള്ള വനിതയെന്ന് നമ്മൾ അവരെ വിശേഷിപ്പിക്കുന്നത് അല്ലെ. അതിന് ഒട്ടും നമുക്കത് ഒരു സംശയവും കൂടെ പറയാം, ലോകത്തിലെ ഏറ്റവും ധീരമായിട്ടുള്ള വനിത തന്നെയാണ് അവര്. നമുക്ക് നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ സുനിത വില്യംസ് അവരെ നമുക്കൊരു റോൾ മോഡൽ തന്നെ ആക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു പ്രായം എന്നുള്ളത് ഒരു ശരിക്കും പറഞ്ഞ ഒരു സംഖ്യ ആണ് എന്നുള്ളത് അവര് തെളിയിച്ചു തന്നിരിക്കുകയാണ്. അവർക്ക് നല്ലൊരു മടങ്ങി വരവ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. നല്ല രീതിയിലുള്ളൊരു
മടങ്ങിയ വരവ് അവർക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് സുനിത വില്യംസിന്റെ അവരുടെ ബഹിരാകാശ യാത്രയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ നോക്കണം. പിന്നെ അതോടുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടണം, അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് ഇടണം. അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.